വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 4 അതിലെ ആദ്യത്തെ ചാപ്റ്ററായ ശാകുന്തളം അത് നമ്മൾ മലയാളത്തിൽ കംപ്ലീറ്റ് ആയി ഡിസ്കസ് ചെയ്തു. കൂടാതെ അതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ദ കിങ്സ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ആഫ്റ്റർ മീറ്റിംഗ് ദ ഹെർമിറ്റ്സ്. സന്യാസികളെ കണ്ടതിന് ശേഷം കിങ് ദുഷ്യന്തനിൽ വന്നിട്ടുള്ള ആറ്റിറ്റ്യൂഡിലുള്ള മാറ്റങ്ങൾ, ആ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ദ കിങ് ഹു ഫസ്റ്റ് entered the forest as a hunter became gentle and respectful after meeting the hermits. രാജാവ് ഒരു ഹണ്ടറായിട്ടാണ് ആ ഫോറസ്റ്റിലേക്ക് കയറി വരുന്നത് അല്ലേ. ആ സാധുവായ മാനിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു രാജാവ്. എന്നാൽ അവരെ കണ്ടതിന് ശേഷം അദ്ദേഹം ശാന്ത സ്വഭാവമുള്ളവനായി, കൂടാതെ വളരെ ബഹുമാനത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. ഹിസ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഫ്രം അഗ്രഷൻ ടു കാംനെസ്. വളരെ വയലന്റ് ആയിരുന്ന, അഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വയലൻസോടെ പെരുമാറുക, അങ്ങനെയുള്ള ഒരാൾ മാറിയിട്ട് എന്ത് ചെയ്തു, ശാന്തനായി മാറി. കാംനെസ് ആണ് പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നത്. കാംനെസ് എന്ന് പറഞ്ഞാൽ ശാന്തത. He took off his jewels and his weapons to show respect for the holy place. കൂടാതെ ആ ഹെർമിറ്റേജിലേക്ക് പോയപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്, അവിടെ ഉള്ള ആളുകളോട് റെസ്പെക്റ്റ് കാണിക്കാനായിട്ട്, ആ ഒരു വിശുദ്ധമായ സ്ഥലത്തിനോടുള്ള ബഹുമാനം കാണിക്കാനായിട്ട് അദ്ദേഹം ധരിച്ചിരുന്ന ജുവൽസ് അല്ലേ, ആഭരണങ്ങളൊക്കെ ഊരി മാറ്റി വെക്കുകയും എല്ലാ വെപ്പൺസും മാറ്റുകയും ചെയ്തിരുന്നു. അപ്പോൾ അതും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വന്നൊരു മാറ്റം തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് വുഡ് ഹാവ് പ്രോംപ്റ്റഡ് Sage Kanva to leave the hermitage under Shakuntala's supervision. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ മേൽനോട്ടം. ഈ ഒരു ആശ്രമത്തിന്റെ മേൽനോട്ടം ശകുന്തളയെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? പ്രോംപ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. ആൻസർ: സേജ് കൻവ probably left the hermitage under Shakuntala's supervision because എന്തുകൊണ്ടായിരിക്കാം? He trusted her sense of responsibility, കൈൻഡ്നസ് ആൻഡ് ഡിവോഷൻ. കാരണം അദ്ദേഹത്തിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, ശകുന്തള നല്ല ഉത്തരവാദിത്വത്തോടെ, ദയയോടെ, ഭക്തിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന്. ഷീ ഹാഡ് ഗ്രോൺ അപ്പ് ഇൻ ദ ഹെർമിറ്റേജ്. ശകുന്തള വളർന്നത് അവിടെയാണ് അല്ലേ, ആ ഒരു ആശ്രമത്തിലാണ് ശകുന്തള വളർന്നത്. ആൻഡ് കെയർ ഡീപ്ലി ഫോർ ഓൾ ലിവിങ് ബീങ്സ് ദെയർ. കൂടാതെ ആ ഒരു ആശ്രമത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? ശകുന്തള. അതിപ്പോൾ മനുഷ്യനോ മൃഗമെന്നോ പക്ഷിയെന്നോ ചെടികളെന്നോ ഒന്നുമില്ല, എല്ലാവരെയും ഒരേപോലെ കെയർ ചെയ്തിരുന്നു ശകുന്തള. ഹി ന്യൂ ഷി വുഡ് ഫോളോ ദ റൂൾസ് ആൻഡ് കെയർ ഫോർ എനി വൺ ഹു വിസിറ്റഡ് വൈൽ ഹി വാസ് എവേ. അദ്ദേഹം ദൂരെയുള്ള സമയത്ത് ആശ്രമത്തിന്റെ എല്ലാ നിയമങ്ങളും അവൾ നോക്കിക്കൊള്ളുമെന്നും ഗസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വന്നാൽ അവരെ നന്നായി ശുശ്രൂഷിക്കുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ: ഹൗ ഡസ് ദ കിങ് ഗസ് ദാറ്റ് ദർ ഇസ് എ ഹെർമിറ്റേജ് ഇൻ ദ വിസിനിറ്റി? വിസിനിറ്റി എന്നതുകൊണ്ട് സമീപം എന്നാണ് അർത്ഥം. എങ്ങനെയാണ് ആ രാജാവിന് താൻ നിൽക്കുന്ന ആ സമീപത്താണ് ഒരാശ്രമം ഉള്ളത് എന്നെങ്ങനെ മനസ്സിലായി? ആൻസർ: ദ കിങ് നോട്ടീസസ് സൈൻസ് ഓഫ് പീസ് ആൻഡ് ഹാർമണി ഇൻ ദ സറൗണ്ടിങ്സ്. ആ ഒരു ഇടം എത്തിയപ്പോൾ ആ ഒരു ചുറ്റുപാടുമെല്ലാം സമാധാനവും ഐക്യവും ഒക്കെ അദ്ദേഹത്തിന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. ഹാർമണി എന്ന് പറഞ്ഞാൽ ഐക്യം. ഹി സോ സ്മോൾ സൈൻസ് ദാറ്റ് ഷോഡ് പീപ്പിൾ ലിവ്ഡ് സിംപ്ലി ആൻഡ് കെയർഡ് ഫോർ നേച്ചർ. അദ്ദേഹത്തിന് കുറച്ച് സൈൻസ് കിട്ടി, ചില സൂചനകൾ. എന്താണ്? മനുഷ്യൻ വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് എന്നും, കൂടാതെ പ്രകൃതിയെ നന്നായി കെയർ ചെയ്താണ് ജീവിക്കുന്നത് എന്നുമുള്ള സൂചനകൾ അദ്ദേഹത്തിന് ലഭിച്ചു. എന്തൊക്കെയായിരുന്നത്? റൈസ് ഗ്രെയിൻസ് ഓൺ ദ ഗ്രൗണ്ട് ഡ്രോപ്ഡ് ഫ്രം പാരറ്റ്സ്. നമ്മൾ പറഞ്ഞല്ലേ, ചെറിയ തത്തകളുടെ ചുണ്ടിൽ നിന്നും വീണ് കിടക്കുന്ന അരിമണികൾ ഒരു സൂചനയായിരുന്നു. മറ്റൊന്ന് എന്താണ്? കാം ഡിയർ, ഒരു ഭയവും ഇല്ലാതെ നിൽക്കുന്ന മാനുകൾ. that didn't run away when the chariot came near. രഥം തൊട്ടടുത്ത് വന്ന് നിന്നിട്ടും പേടിച്ച് ഓടാതെ നിന്ന മാനുകളും ഒരു സൂചനയാണ്. പ്രകൃതിയിലുള്ളവ മനുഷ്യനെ ഭയപ്പെടുന്നില്ല എന്നുള്ളതിന്റെ സൂചന. ദീസ് ക്ലൂസ് മേക്ക് ഹിം റിയലൈസ് ദാറ്റ് എ ഹെർമിറ്റേജ് മസ്റ്റ് ബി നിയർ ബൈ. ഇത്തരം സൂചനകൾ അല്ലെങ്കിൽ ക്ലൂ ലഭിച്ചപ്പോഴാണ് ഈ അടുത്ത് തന്നെ ഒരു ഹെർമിറ്റേജ് അല്ലെങ്കിൽ ഒരു ആശ്രമം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. ഫോർത്ത് ക്വസ്റ്റ്യൻ: ഫാദർ കൺവ കെയർസ് മോർ ഫോർ ദ ഹെർമിറ്റേജ് ട്രീസ് ദാൻ ഹി ഡസ് ഫോർ യു. അപ്പോൾ ശകുന്തളയുടെ ഫ്രണ്ട്സിൽ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ. എന്താ പറയുന്നത്? കണ്വ മഹർഷിക്ക് നിന്നേക്കാളും സ്നേഹം ഇവിടെയുള്ള മരങ്ങളോടാണ് എന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ഹൗ ആർ ദ പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ട്രീറ്റഡ് ബൈ ദി ഇൻമേറ്റ്സ് ഓഫ് ദ ഹെർമിറ്റേജ്? ആശ്രമവാസികൾ എങ്ങനെയാണ് ഈ കുഞ്ഞു ചെടികളെയും മരങ്ങളെയൊക്കെ ശുശ്രൂഷിക്കുന്നത്? ഡു വി ട്രൈ ടു മെയിൻറ്റെയിൻ ദിസ് ആറ്റിറ്റ്യൂഡ് ടു നേച്ചർ? നമ്മളും ഇത്തരം ഒരു ആറ്റിറ്റ്യൂഡ് പ്രകൃതിയോട് കാണിക്കാനായിട്ട് ശ്രമിക്കാറുണ്ടോ?
Explain. The plants and trees in the hermitage are treated with great love and respect. വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് ആളുകൾ അവിടുത്തെ ചെടികളെയും മരങ്ങളെയും ഒക്കെ ശുശ്രൂഷിക്കുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി. വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ പോലെയാണല്ലേ അവരോട് പെരുമാറുന്നത്. മനുഷ്യരോട് സംസാരിക്കുന്ന പോലെയാണ് അവരോട് ഇടപെടുന്നത്. ദ ഇൻമേറ്റ്സ് വാട്ടർ ദം. ആശ്രമവാസികൾ അവയൊക്കെ വെള്ളം കൊടുക്കുന്നു. പ്രൊട്ടക്ട് ദം. അവരെ സംരക്ഷിക്കുന്നു. ആൻഡ് സ്പീക്ക് ടു ദം ജെന്റ്ലി. അവരോട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നു. ഇൻ മോഡേൺ ടൈംസ്, എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ വി ഓഫൺ ഫെയിൽ ടു ഷോ സച്ച് കെയർ ഫോർ നേച്ചർ. നമ്മൾ അത്തരത്തിലൊരു കെയർ പ്രകൃതിയോട് കാണിക്കുന്നില്ല. വി ഷുഡ് അഡോപ്റ്റ് ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് അവർ എൻവയൺമെൻറ്റ്. ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഉത്തരവാദിത്വവും നമ്മൾക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എൻവയൺമെൻറ്റിനെ, നമ്മുടെ നേച്ചറിനെ സംരക്ഷിക്കാനായിട്ട് തീർച്ചയായും സാധിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഫ്രം ദ പ്ലേ ദാറ്റ് ഷോ ദി ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ലിവിങ് ബീങ്സ്. ആ ഒരു ആശ്രമത്തിൽ മനുഷ്യനും മൃഗങ്ങളും ചെടികളും ഒക്കെ ഒന്നിച്ച് സ്നേഹത്തിൽ ജീവിച്ചു പോകുന്നതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നൽകാമോ എന്ന് ചോദിക്കുന്നു. ദ ഡീർ റോം ഫ്രീലി വിത്തൗട്ട് ഫിയർ ഓഫ് ഹണ്ടേഴ്സ്. രഥം വന്നിട്ടോ മനുഷ്യൻ തൊട്ടടുത്ത് വന്നിട്ടോ ഒന്നും ഭയമില്ലാതെ നിൽക്കുന്ന മാനുകൾ ഒരു സൂചനയാണ്. ദ ഹെർമിറ്റ്സ് ലീവ് പീസ്ഫുള്ളി വിത്ത് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അവിടെയുള്ള ആശ്രമത്തിലുള്ള അന്തേവാസികൾ വളരെ സ്നേഹത്തോടെ, വളരെ സമാധാനത്തോടെയാണ് അവിടെയുള്ള മൃഗങ്ങളോടും ചെടികളോടുമൊപ്പം ജീവിക്കുന്നത്. ശകുന്തള ആൻഡ് ഹർ ഫ്രണ്ട്സ് വാട്ടർ ആൻഡ് കെയർ ഫോർ ദ ട്രീസ് ആസ് ഇഫ് ദേ ആർ ലിവിങ് കമ്പാനിയൻസ്. ഒന്നിച്ച് ജീവിക്കുന്ന കൂട്ടുകാരെ പോലെ കണ്ടുകൊണ്ടാണ് അവിടെയുള്ള ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നതും അവയെ സംരക്ഷിക്കുന്നതും കെയർ ചെയ്യുന്നതും ഒക്കെ. ഈവൻ ദ കിങ് റെസ്പെക്ട്സ് ദ ഹെർമിറ്റേജ് ആൻഡ് റിഫ്രെയിൻസ് ഫ്രം ഹാർമിങ് എനി ക്രീച്ചർ. എന്തിന്, രാജാവ് പോലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു ആശ്രമത്തെ ബഹുമാനിക്കുകയും അവിടെയുള്ള എന്തെങ്കിലും ജീവികളെ ഉപദ്രവിക്കുന്നതിൽ നിന്നും റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുകയുമാണ് രാജാവും ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ മനുഷ്യർ ഈ ഒരു പ്രകൃതിയെ അത്രത്തോളം ബഹുമാനിച്ചിരുന്നു എന്ന് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ശാകുന്തളം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും അതിൻ്റെ വ്യക്തമായ ആൻസേഴ്സും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് അതിൻ്റെ ആക്ടിവിറ്റീസ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് എത്രയും വേഗം കാണാം. താങ്ക് യു.